In the last lecture, we have studied the H parameter model, H equivalent circuit. Okay. For that, for discussing the transistor in H parameter model, the transistor is considered to be a two-port network. First input port and output port, input voltage I1, input voltage V1, and output current I2, voltage V2, and we have derived an equation V1 is equal to HI into I1 plus HR into V2, and I2 is equal to HF into I1 plus HO into V2. Okay. What is HI? HI is the input resistance, HR is the reverse voltage gain, HF is the forward current gain, HO is the output impedance. HI is the V1 divided by I1 when V2 output voltage is equal to 0. HF is the I2 divided by I1 when output voltage is equal to 0. HR is equal to V1 divided by V2, that is reverse voltage gain when I1 is equal to 0, that is input is open circuited, and HO is equal to I2 divided by V2, that is output conductance അല്ലെങ്കിൽ output admittance. Okay, conductance. This I2 divided by V2 means reverse of the resistance, that is known as admittance or conductance. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ so here HI and HF are determined by short circuiting the input terminal. അല്ലേ? HI and HF, that is equal to V1 divided by I1 when V2 is equal to 0. Sorry, HI and HF are determined by short circuiting the output terminal. HR and HO are determined by open circuit. HR and HO are determined by open circuiting the input terminal, that is I1 equal to 0. HR ഉം HOയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് I1 equal to 0 ആക്കണം. അതേപോലെ HIയും HFും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് V2 0 ആക്കണം, that is short circuiting the output terminal. ഇനി നമ്മൾ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ ഞാനത് ഒന്നുകൂടി പറയാം. കോമൺ എമിറ്റർ നമുക്കറിയാം എങ്ങനെയാണ്. എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട്. ഹിയർ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ അല്ലേ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വാട്ട് ഈസ് HI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. V1 ഡിവൈഡഡ് ബൈ I1, ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റ് അല്ലേ. അപ്പോൾ കോമൺ എമിറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ HIE എന്ന് വിളിക്കുന്നു. HIE ഇൻപുട്ട് ഇംപെഡൻസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. HI എന്ന് പറഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ I1. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്നാ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്നാ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VEB ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റ് എന്ന് പറയുന്നത് IB. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ നമ്മളൊരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് വരക്കുന്നതെങ്കിൽ നമ്മൾ VEB വേഴ്സസ് IB ഇങ്ങനൊരു കർവ് വരും. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് ഡെൽറ്റ VEB ഇത് ഡെൽറ്റ IB. So in terms of DC voltages, we can say that the input impedance is equal to delta VEB divided by delta IB. In terms of AC, VEB divided by IB. Okay, അതേപോലെ HIയിലെ ഇനി HF എന്നാൽ അതെപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ടിങ് ദ ഔട്ട്പുട്ട് ടെർമിനൽ, അതായത് ഔട്ട്പുട്ടിൽ ഇത് കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ 0 ആവാം. ഔട്ട്പുട്ട് VCE ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. VCE ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ VC ഈക്വൽ ടു 0. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. അതേപോലെ റിവേഴ്സ് ഫോർവേഡ് കറണ്ട് ഗെയിൻ HFE ഇൻ എമിറ്റർ കോൺഫിഗറേഷൻ റെപ്രസെൻറ്റ്സ് HFE. എന്തുവരും? ഫോർവേഡ് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ I2 ഡിവൈഡഡ് ബൈ I1, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് എന്നാൽ IC ഡിവൈഡഡ് ബൈ IB. IC ഡിവൈഡഡ് ബൈ IB അല്ലേ. കോമൺ എമിറ്ററിൽ IC ഡിവൈഡഡ് ബൈ IB. അവിടെ എങ്ങനെയാണ്? വെൻ ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. V2 ഇവിടുത്തെ ഔട്ട്പുട്ട് എന്നാൽ VCE ആണ്. ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് മീൻസ് ഔട്ട്പുട്ട് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 0. ഇതാണ് HFE വരിക. ഇൻ ടേംസ് ഓഫ് DC വോൾട്ടേജ് ഇറ്റ് ഈസ് ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB. ഓക്കെ, ഇനി വാട്ട് ഈസ് HRE? റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ.
റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. HR എന്ന് പറഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ V2 വെൻ ഇൻപുട്ട് ഷോർട്ട് സർക്യൂട്ടഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് HRE? ഇൻപുട്ട് വോൾട്ടേജ് എന്താ ഇവിടെ വരിക കോമൺ എമിറ്ററിലെ VBE അല്ലേ. അപ്പോൾ VBE ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ VCE അറ്റ് എവിടെയാ അറ്റ് ഇൻപുട്ട് കറൻറ്റ് IB is equal to 0 അല്ലേ. അത് ഇൻ ടേംസ് ഓഫ് DC വോൾട്ടേജസ് വി ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ VBE ഡിവൈഡഡ് ബൈ ഡെൽറ്റ VCE ഫോർ ഇൻപുട്ട് കറൻറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇൻപുട്ട് കറൻറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടുത്തെ ഔട്ട്പുട്ട് കറൻറ്റ് എന്നാ IC ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE. ഫോർ ഇൻപുട്ട് കറൻറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് കറൻറ്റ് 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ VCE ഫോർ ഇൻപുട്ട് കറൻറ്റ് 0. ഇതാണ് HO. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോമൺ ബേസിലും ചെയ്യാം. കോമൺ ബേസ് എങ്ങനെയാണ് വരക്കുക, എങ്ങനെയല്ലേ, ബേസ് ഈസ് കോമൺ ടു ഇത് എമിറ്റർ, ഇത് കളക്ടർ. ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്നാ VEB, ഇൻപുട്ട് കറൻറ്റ് എന്നാ IE, ഔട്ട്പുട്ട് കറൻറ്റ് IC, ഔട്ട്പുട്ട് വോൾട്ടേജ് VCB. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ വി ക്യാൻ ഡ്രോ ദ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അതായത് കളക്ടർ, അപ്പോൾ ഇവിടെ ഇതായിരിക്കും എമിറ്റർ, ഇത് കളക്ടർ, അപ്പോൾ ഇത് ബേസ് അല്ലേ, ഇത് ബേസ്, ഇത് കളക്ടർ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് VCB, ഇൻപുട്ട് വോൾട്ടേജ് VCB, ഔട്ട്പുട്ട് വോൾട്ടേജ് VCE, ഔട്ട്പുട്ട് കറൻറ്റ് IE, ഇൻപുട്ട് കറൻറ്റ് IB. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതേപോലെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് H പാരാമീറ്റർ ഫോർ എ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇനി വി ഹാവ് ടു ഡ്രോ വാട്ട് H ഇക്വലൻറ്റ് സർക്യൂട്ട്. We have to draw the H equivalent circuit. Next is